ചേച്ചിയെ ആ നീ എന്താടി ഈ രാത്രിയില്? അതൊക്കെ ഉണ്ട്. നല്ല മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ടല്ലോ. അതുമല്ല ആ പറമ്പ് നിറച്ച് പാമ്പാ എന്റെ പെങ്കൊച്ചെ. നീ ടോർച്ചൊക്കെ ആയിട്ട് പറഞ്ഞിട്ടോ രാത്രിയില്? അമ്മ ഇന്നലെ വാങ്ങിയ സോപ്പ് തരാൻ പറഞ്ഞു. അയ്യോ ഇതില്ലായിരുന്നെങ്കിൽ ഇവിടെ കഞ്ഞിയും കറിയും വെക്കത്തില്ലായിരുന്നു. സോപ്പേ അതല്ല, അപ്പു ഇന്നലെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പഠിക്കാണ്ടെന്നല്ലേ പറഞ്ഞേ? അതാ രാത്രി തന്നെ പോന്നെ. അവനെവിടെ? അവനപ്പുറേ ഉണ്ട്. ആണോ? അപ്പോ ഡാ, നിന്റെ ആദ്യത്തിനും രാത്രിയും കൊണ്ടുവന്നിട്ടുണ്ട്. നീ എവിടെയാ? ഞാൻ ബാത്റൂമിലാ. ഓർത്ത് വെച്ചിട്ടുണ്ടേ, ഞാൻ ഇറങ്ങുവാ. ഓടിച്ചിട്ട് തല്ലി. അത് പോരാഞ്ഞിട്ട് 10-60 സെന്റുള്ള വസ്തു ഞാനൊരു 8 കേൾക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നു. നീ ഒന്ന് ശബ്ദം കുറച്ചേ കുഞ്ഞിനെ. അപ്പൊ ഇവനകത്തേക്ക് ഉണ്ടോ? നീ ഇങ്ങനെ അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും. വിഷമിക്കാതിരിക്കേ. നീ വല്ലതും കഴിച്ചായിരുന്നോ? എന്നാ വല്ല വന്ന് കഴിക്കേ. വറുത്ത മീനുണ്ടോ? ആ ഉണ്ട്. ഉണ്ടല്ലേ? കുഞ്ഞുണ്ണി, അമ്മയെ അച്ഛൻ കൊറേ തല്ലിയോടാ? കൊറേ തല്ലി. അമ്മയും തിരിച്ചു തല്ലി. അടിപൊളി. അപ്പോടാ എന്താടാ? ആ പാലമംഗളം എവിടെ? ഏത് പാലമംഗളം? ഇവിടെ ഒന്നുമില്ലല്ലോ. ഉണ്ടല്ലോ, ഞാൻ കണ്ടോ കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോ അമ്മായി അലമാരന്റെ മുകളിലെടുത്ത് വെച്ചത്. അത് ഈ അൽമാരുടെ മുകളിലല്ലടാ, നീ വന്നേ. ഇവിടെ വേറെ അലമാരുണ്ടോ? കൂടുതലോടാ. തൽക്കാലം ഇത് വായിക്ക്. പിടിച്ച എന്നാ ചേട്ടൻ വായിക്ക്. ഞാനേ കിടന്നുകൊണ്ട് കേക്കാം. വായിക്ക്. വായിക്കടാ. പേര് ആദിത്യൻ. ആദിത്യന്റെ അച്ഛന്റെ പേര് ആദിത്യന്റെ അച്ഛൻ. എന്റെ മാധവേട്ട ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഈ സമയത്ത് പോയി മീൻ പിടിച്ചോണ്ട് വന്ന് എനിക്ക് വറുത്ത് തന്നാൽ എന്റെ ചേച്ചി. ഈ പച്ചക്കഞ്ഞി ഞാൻ എങ്ങനെ കുടിക്കും? നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത വട്ടം തലയിട്ട് കഴിയുമ്പോ അവിടെ തന്നെ വിളിക്ക്. വരുമ്പത്തേനും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ഞാൻ ഇനി പോകുന്നില്ല അങ്ങോട്ട്. കുഞ്ഞുണ്ണി എണീക്കടാ, അമ്മ വിളിക്കുന്നു. ചെല്ല്, നിനക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം ചെല്ല്. വാ ചെല്ല്. അവൻ തൊട്ടുക്ക് തേച്ചില് ജന്തു. ഇതേത് ബുക്ക്? വെച്ചതാണല്ലോ. അയ്യോ, കാണുന്നില്ലല്ലോ. പോയത്. നീ എവിടെ എന്ത് വെപ്പാ? എന്റെ ഒരു ബുക്ക് കാണുന്നില്ല. ഏത് ബുക്ക്? ഫിസിക്സ്. സാരിയല്ല, ബുക്ക് സ്കൂളിലാണ് എടുക്കാൻ പറഞ്ഞതാ. ഞാൻ സ്കൂളിൽ പോട്ടെ. ഇവനെന്താ പറ്റി? അപ്പോ ഇന്നോടത്ത് കൂടെ പോയി. അമ്മേ അരിവാണ്. എടാ നിന്റെ അമ്മായി ഉണ്ടാടാ അവിടെ? നിന്റെ അമ്മായി വീട്ടിലുണ്ടോന്ന്?
അമ്മേ ഉണ്ട്. അല്ല മാമനെന്ത് പറ്റി? ഒരു തേങ്ങ വീണതാ. തേങ്ങയോ? പിന്നെ തേങ്ങ വെച്ച് മോന്തക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വീണതല്ലാണ് പറയാൻ പറ്റുള്ളൂ. നിന്റെ അമ്മായി വല്ല കരാട്ടയും പഠിച്ചിട്ടുണ്ടോടാ? അമ്മേ കിഡ്നി 3 കഷ്ണാക്കി കളഞ്ഞ ദുഷ്ട. ഫ്രഞ്ച് വിപ്ലവം 1789 മുതൽ 1789 മുതൽ എങ്ങനെയുണ്ട്? വായിക്കാൻ പറ്റിയില്ല. നീ വായിച്ചില്ലെങ്കിലും ഞാനെന്നാ വീട്ടിൽ കൊണ്ടുപോവേ. എന്താ നിന്റെ വീട്ടിലെല്ലാവരുടെ ടൂർ പോയാ? ആടാ എളാപ്പാന്റെ മോളുടെ കല്യാണം. ടീച്ചർ അതിന്റെ കോളനികളിലും എടാ ദൂരവ്യാപകമായ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് അല്ലേ, അത് കുഴപ്പമില്ല, എനിക്ക് ഫോട്ടോ മതി. എടാ അതല്ല, പിന്നെ രാഷ്ട്രീയ ബുക്ക് കാണുന്നില്ല. സൈലൻസ്. ആരാ ഇവിടെ സംസാരിക്കുന്നേ? ഇനി ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പുറത്തേക്ക് നിൽക്കാം. കൂടുതൽ മറ്റേ മറ്റടുത്ത പണിയാണിക്കല്ലേ. അപ്പോ എനിക്കറിയാം നീ മുക്കിയതാണെന്ന്. എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറ. എടാ സത്യമായിട്ടും അമ്മയാണെ കാണുന്നില്ലടാ. ഒരൊറ്റ പ്രാവശ്യം കണ്ടാ മതി, അതായിട്ട് നീ എടുത്തോ. എടാ വായിക്കണമെന്ന് വിചാരിച്ച അലമാരയുടെ മുകളിൽ വെച്ചതാ. അപ്പോൾ അമ്മയും കുഞ്ഞുണിയും കയറി വന്നത്. എടാ രാവിലെ എണീറ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല. ഒന്ന് വിശ്വസിക്കടാ. എനിക്കൊന്നും കേക്കണ്ട, മര്യാദക്ക് പറഞ്ഞോ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ മുത്തലിബ് ആരാണെന്ന് നിങ്ങൾ ഇന്നോടെ അറിയും. എടാ നമ്മൾ പാർട്ട്നേഴ്സ് അല്ലടാ, ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങളൊന്ന് വിശ്വസിക്കടാ. എനിക്ക് ഒറ്റൊരുത്തരെയും വിശ്വാസമില്ല. ഇന്ന് വൈകിട്ടോടെ സാധനം കിട്ടിയില്ലെങ്കിൽ കളി മാറും. കളി ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് പൈസ ഷെയർ തരാതിരിക്കാനുള്ള പരിപാടിയില്ല. അപ്പോ അതെ, നീ പോണ വഴിക്ക് അമ്പലത്തിൽ കയറി പാൽപ്പായസം നിന്ന് കൊടുത്തേക്കോ. ഇന്ന് നിന്റെ അച്ഛൻ്റെ പിറന്നാളാ. ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം. ചെല്ലേ. നീ ആദ്യത്തേനെ ആദ്യം വായിച്ചോ? ഇല്ല ചേച്ചി, ആ സിലബസ് ഒക്കെ കഴിഞ്ഞു. എടാ ഇതൊന്നും വായിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാ. പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യമല്ല കേട്ടോ. ചേച്ചി ഇതിന്റെ പൊതി ഫ്രണ്ട് പേജ് അല്ലേടാ കാണണ്ടേ, അവന്റെ പൊതി.